എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം സീരീസിലെ യൂണിറ്റ് 29 നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിലായി 28ാമത്തെ അധ്യായത്തിൽ പഠിച്ച വിൽ ആൻഡ് ഷാൾ എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിൽ ആൻഡ് ഷാളിന്റെ ഒരു അടുത്തൊരു യൂസേജ് കൂടി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 28ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിൽ ആൻഡ് ഷാൾ എന്നുള്ളതിന് പഠിച്ചിട്ടുള്ളത് അതിന്റെ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. ഒരാൾ ബാഗ് പിടിച്ചു വരുന്നു, അപ്പോൾ ഐ വിൽ ക്യാരി ഇറ്റ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ക്യാരി എടുക്കാം എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഒരാൾക്ക് ഒന്ന് ബൈ, ഐ വിൽ ഫോൺ യു ടുമോറോ, ഓക്കെ ഞാൻ നാളെ നിങ്ങൾ വിളിക്കും എന്നുള്ളത്. അപ്പോൾ യു ക്യാൻ യൂസ് ഐ വിൽ എന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വെൻ യു ഓഫർ ഓർ ഡിസൈഡ് ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് വിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉദാഹരണം നോക്കൂ, മൈ ബാഗ് ഈസ് വെരി ഹാവി, എൻ്റെ ബാഗ് വളരെ ഭാരം കൂടിയതാണെന്ന് ഒരാൾ പറയുമ്പോൾ ഐ വിൽ ക്യാരി ഇറ്റ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ക്യാരി ചെയ്യാം, ഞാൻ എടുക്കാം എന്നർത്ഥത്തിൽ. ആൻഡ് ഐ വിൽ ഫോൺ യു ടുമോറോ, ഓക്കെ ഞാൻ നിങ്ങളെ നാളെ വിളിക്കും, ഓക്കെ ഗുഡ് ബൈ എന്ന് പറയും. അപ്പോൾ ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന നിമിഷത്തെ എടുക്കുന്ന തീരുമാനത്തെ പ്രഖ്യാപിക്കാനാണ് വിൽ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. വി ഓഫൺ സേ ഐ തിങ്ക് ഐ വിൽ അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എന്നുള്ളത് നമ്മൾ എപ്പോഴും വിൽ എന്നുള്ളതിന്റെ കൂടെ പറയാറുണ്ട്. ആൻഡ് വെൻ വി ഡിസൈഡ് ടു ഡു സംതിങ്, നമ്മൾ എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ ഐ ആം ടയേർഡ്, ഐ തിങ്ക് ഐ വിൽ ഗോ ടു ബെഡ് ഏർലി ടുനൈറ്റ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ കിടക്കാൻ പോകുമെന്ന്. ആ പറയുന്ന നിമിഷത്തെ തീരുമാനമാണ്. ഇറ്റ്സ് നൈസ് ഡേ, ഐ തിങ്ക് ഐ വിൽ സിറ്റ് ഇൻ ദ ഗാർഡൻ, നല്ല ദിവസമാണ്, ഞാൻ ഗാർഡനിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇറ്റ്സ് റൈനിങ്, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഗോ ഔട്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള അർത്ഥം, ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കരുതുന്നില്ല എന്നൊക്കെ അർത്ഥം. ആൻഡ് ഡോണ്ട് യൂസ് ദ പ്രസന്റ് സിമ്പിൾ, ഈ അർത്ഥത്തിൽ പ്രസന്റ് സിമ്പിൾ ഉപയോഗിക്കരുത്. ഐ ഗോ, ഐ ഫോൺ പോലത്തെ വാക്കുകൾ ഈ അർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കരുത് എന്നാണ്. ഇൻ സെന്റൻസസ് ലൈക്ക് ദിസ് പോലത്തെ സെന്റൻസുകൾ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. ഐ വിൽ ഫോൺ യു ടുമോറോ എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ നിമിഷത്തെ തീരുമാനമാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഐ ഫോൺ യു ടുമോറോ എന്ന് പറയാറില്ല. ഐ തിങ്ക് ഐ വിൽ ഗോ ടു ബെഡ് ഏർലി, ഐ ഗോ ടു ബെഡ് എന്നല്ല പറയാം, ഐ വിൽ. ഐ തിങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഡോണ്ട് യൂസ് ഐ വിൽ ഫോർ സംതിങ് യു ഡിസൈഡഡ് ബിഫോർ, മുമ്പ് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഐ വിൽ എന്നുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. അത് 26, 27 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ആം വർക്കിംഗ് ടുമോറോ, നോട്ട് ഐ വിൽ വർക്ക് ടുമോറോ എന്നുള്ള, നമ്മൾ പ്ലാൻഡ് അല്ലല്ലോ, പ്ലാൻഡ് അല്ലാത്ത കാര്യങ്ങൾക്കല്ല, നമ്മൾ പറയുന്ന നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനത്തിനാണ് നമ്മൾ ഐ വിൽ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആൻഡ് there is a good film on TV tonight, I am going to watch it, നല്ലൊരു ഫിലിം ഉണ്ട് ടി വിയിൽ, ഐ ആം ഗോയിങ് ടു വാച്ച് ഇറ്റ്, അതിന്റെ അർത്ഥം ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരാൾ പറയണം ഇന്ന് നല്ലൊരു പടം താങ്കൾ കാണുന്നു, യെസ് ഐ വിൽ വാച്ച് ഇറ്റ്, ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ഐ വിൽ വാച്ച് ഇറ്റ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന നിമിഷത്തിൽ എടുക്കുന്ന തീരുമാനമായിട്ടാണ് അറിയാം. അതുകൊണ്ട് ഓൾറെഡി പ്ലാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഐ ആം ഗോയിങ് ടു വാച്ച് എന്നോ അല്ലെങ്കിൽ ഐ ആം വാച്ചിങ് എന്നോ ആണ് പറയേണ്ടത്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് അറ്റ് ദ വീക്കെൻഡ്, വാരാന്ത്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്, എന്താണ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ യു ഡൂയിങ്, അത് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുണ്ട്. വാട്ട് വിൽ യു ഡു എന്നുള്ള അവിടെ ചോദിക്കേണ്ടത് എന്നർത്ഥം. ഇനി നോക്കൂ, ഷാൾ ഐ ആൻഡ് ഷാൾ ബി, ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഒരു ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷാൾ ഐ ആൻസർ ദ ഫോൺ, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ ഫോൺ എടുക്കണോ എന്നാണ് അവിടെ ഷാൾ ഐ എന്നുള്ള വാക്കിന് അർത്ഥം വന്നിട്ടുള്ളത്. നോ ഇറ്റ്സ് ഓക്കെ ഐ വിൽ ആൻസർ ഇറ്റ്, വേണ്ട ഞാൻ ആൻസർ ചെയ്യും എന്നുള്ള അർത്ഥം. ആൻഡ് ഷാൾ ഐ ആൻഡ് ഷാൾ ബി. ആൻഡ് ഡു യു തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ, ഡു യു തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഐഡിയ ടു ഡു എന്നുള്ള അർത്ഥമാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണോ എന്നുള്ള ഒരു അർത്ഥത്തിൽ, ഞാൻ ചെയ്യണോ, നമ്മളൊരു ഓഫറൊക്കെ കൊടുക്കില്ലേ, ഡു യു തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഐഡിയ എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ഉദാഹരണങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് വെരി വാം ഇൻ ദിസ് റൂം, ഷാൾ ഐ ഓപ്പൺ ദ വിൻഡോ, നല്ല ചൂടുണ്ട് റൂമിൽ, ഞാൻ ജനല തുറക്കണോ അല്ലെങ്കിൽ ജനല തുറക്കട്ടെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആൻഡ് ഷാൾ ഐ ഫോൺ യു ദിസ് ഈവനിങ്, ഞാൻ ഇന്ന് നിങ്ങളെ ഫോൺ ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ ചെയ്യട്ടെ, യെസ് പ്ലീസ് ചെയ്തോളൂ എന്നർത്ഥം. ആൻഡ് ഐ ആം ഗോയിങ് ടു പാർട്ടി ടുനൈറ്റ് ആൻഡ് വാട്ട് ഷാൾ ഐ വെയർ, ഞാൻ എന്ത് ധരിക്കും, ഓക്കെ ഞാൻ ഇന്ന് പാർട്ടിക്ക് പോവുകയാണ്, ഞാൻ എന്ത് ധരിക്കും, വാട്ട് ഷാൾ ഐ വെയർ, ഞാൻ എന്ത് ധരിക്കും എന്നർത്ഥം. ഇറ്റ്സ് നൈസ് ഡേ, ഷാൾ വി ഗോ ഫോർ എ വാക്ക്, നല്ല ദിവസമാണ്, നമുക്ക് പുറത്ത് പോയാലോ, നമുക്ക് നടക്കാൻ പോയാലോ, അപ്പോൾ ഷാൾ വി ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നുള്ള അർത്ഥത്തിലാണ്. ഷാൾ വി ഗോ ഫോർ എ വാക്ക്. വേർ ഷാൾ വി ഗോ ഫോർ അവർ ഹോളിഡേ ദിസ് ഇയർ, നമ്മൾ എവിടെ പോകും ഈ വർഷം ഹോളിഡേക്ക്. അടുത്ത ഉദാഹരണം നോക്കൂ, ലെറ്റ്സ് ഗോ ഔട്ട് ദിസ് ഈവനിങ്, നമുക്കിന്ന് പുറത്ത് പോകാം, ലെറ്റ്സ് പറഞ്ഞാൽ പോകാം എന്നർത്ഥത്തിൽ, ഈവനിങ്ങിന് പുറത്ത് പോകാം. ഓക്കെ വാട്ട് ടൈം ഷാൾ വി മീറ്റ്, അത് നമ്മളെപ്പോൾ കണ്ടുമുട്ടും എന്നുള്ള അർത്ഥത്തിൽ, പുറത്ത് പോകുമ്പോൾ എപ്പോൾ കണ്ടുമുട്ടും എന്നർത്ഥം. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ എന്നുള്ള എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽ യൂണിറ്റ് 26 ലെറ്റസ് എന്നുള്ളതിന്റെ കൂടുതൽ യൂസേജ് യൂണിറ്റ് 52 ഐ ആം ഗോയിങ് ടു എന്നുള്ളതിന്റെ യൂസേജ് യൂണിറ്റ് 27 ആൻഡ് വിൽ ഷാൾ എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഭാഗം യൂണിറ്റ് 28 അപ്പോൾ വളരെ ലളിതമാണ് വിൽ ആൻഡ് ഷാൾ ഉപയോഗിക്കുന്നത് ചെയ്യുമെന്നുള്ള അർത്ഥത്തിൽ. നമ്മൾ പറയുന്ന നിമിഷത്ത് എടുക്കുന്ന തീരുമാനമാണ്. ഇവിടെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ
നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസോ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്ന നിമിഷത്തിലെടുക്കുന്ന തീരുമാനത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് വിൽ ആൻഡ് ഷാൾ എന്നുള്ളത് ഉപയോഗിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 30-ാമത്തെ അധ്യായമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.